ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 2015 മോഡൽ ആൾട്ടോ K10 കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ വർക്ക് പറഞ്ഞാൽ ഇതിൻ്റെ കൂളിംഗ് ഓയിൽ അഴിക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ കൂളിംഗ് ഓയിൽ അഴിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിതാ ഇവിടെ എസിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അഴിക്കണം കേട്ടോ. ഇതാ ഈ വാബേറ്ററിക്ക് പോകണേ ഈ പൈപ്പ് അഴിക്കണം. 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 10ൻ്റെ ബോൾട്ടും കാര്യങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ ഈ പൈപ്പ് മാറ്റാം. വേറെ ഇവിടെ ഒന്നും അഴിക്കാനില്ല. പിന്നെ ഉള്ളതൊക്കെ ഫുള്ള് അകത്താണ് അഴിക്കാനുള്ളത്. ഇതിനകത്താണുള്ള പിന്നെ അഴിക്കാനുള്ളത്. അപ്പോൾ ഈ ഗ്ലോ ബോക്സ് നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഗ്ലോ ബോക്സ് അയക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇത്രയും പോർഷനാണ് ഇതിൻ്റെ അസംബ്ലി, കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി. അപ്പോൾ നമ്മൾ ആകെ 2 ബോൾട്ടുള്ളൂ. ഒരു ബോൾട്ട് അവിടെ ഉണ്ട്, ഒരു ബോൾട്ട് എന്താ ഇവിടെയും കാണുന്നുണ്ട്. പിന്നുള്ളത് ഇവിടെ ഒരു ബോൾട്ട്. ഇത്രയും ബോൾട്ടുള്ളൂ. പക്ഷേ ഇത് പോരുമോന്ന് സംശയമുണ്ട്. ചിലപ്പോൾ പോരും, ചിലപ്പോൾ പോരില്ല. അപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, ഒരു പരീക്ഷണം നടത്തി നോക്കുന്നുണ്ട്. ഇവിടെ മെറ്റൽ ഉണ്ടാവുകൊണ്ടേ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോരും. അല്ലാന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് അയക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇതെങ്ങനെ അയച്ചു നോക്കട്ടെ. ആദ്യം ഇതാ നമ്മളെ റെസിസ്റ്ററിൻ്റെ കപ്ലർ അയക്കണം. പിന്നെ തെർമസിൻ്റെ കപ്ലറുണ്ട് ഇവിടെ. പിന്നുള്ളത് ഫാനിൻ്റെ കപ്ലറുണ്ട്, അത് അയക്കണം. പിന്നെ ഔട്ട് സൈഡ് ഇൻസൈഡ് എയർ വെൻറ്റിൻ്റെ കേബിളുണ്ട്, അതും അയച്ചു മാറ്റണം. ഇത്രയും കാര്യങ്ങൾ മതി ഇവിടെ അയച്ചു മാറ്റാൻ. പിന്നെ ഇതിലേക്ക് വയറിംഗ് ഗേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്ര കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും കാര്യങ്ങൾ അഴിക്കുക. ആദ്യം ഫാനിൻ്റെ കപ്ലർ ആണ്, അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് ജസ്റ്റ് അഴിച്ചു മാറ്റിയ വയറിംഗ് കിറ്റ് ഇവിടെ സ്റ്റാർട്ടായ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ തെർമസ്റ്ററിൻ്റെ കപ്ലർ. ഓക്കെ, അപ്പോൾ അതും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നുള്ളത് ഈ കേബിളാണ്. അപ്പോൾ കേബിളും കൂടി നമുക്ക് അഴിച്ചു മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കേബിളും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് അഴിക്കാനുള്ളത് 2 ബോൾട്ട് കേട്ടോ. ഇവിടെ ഒരു ബോൾട്ട് ഇതാ ഞാൻ വരലുണ്ട. ഇവിടെ ബോൾട്ട് ഉണ്ട്. നേരെ ഇതാ മുകളിലൊരു 10ൻ്റെ ബോൾട്ട് ഉണ്ട്, അതും കൂടി അഴിക്കണം. അപ്പോൾ അത് അഴിച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. പോരും ഇല്ലേ പോന്ന ഡാഷ്ബോർഡ് അയക്കാതെ ഭാഗ്യം. അപ്പം നമ്മൾ ഇത് പോരുന്നില്ല, നടക്കുന്നില്ല. എന്തായാലും ഡാഷ്ബോർഡ് അയക്കേണ്ടി വരുന്ന തോന്നണേ. എവിടെയോ പിടിച്ചിരിക്കുന്നുണ്ട്, ഉള്ളിൽ എന്തോ സ്ക്രൂ കാര്യങ്ങളുണ്ട്. ഉള്ളിലൊരു സ്ക്രൂ ഉണ്ടോ സംശയമുണ്ട്. അപ്പോൾ ആ സ്ക്രൂ അയക്കൽ നടക്കൂല, 10ൻ്റെ ബോൾട്ട് അയക്കൽ നടക്കൂല. കൂടെ ഒരു ടൂൾ ഇടാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് അയക്കേണ്ടി വരും. ഡാഷ്ബോർഡ് അയക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഈ പാഡ് അയക്കണം കേട്ടോ. ഈ പാഡ് അയക്കണം. ഇവിടെ 2 ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും, ആ ക്ലിപ്പ് അയക്കുക. പിന്നെ ഇവിടുത്തെ 10ൻ്റെ ബോൾട്ട് അയക്കണം. പിന്നെ ഈ കപ്ലർ അയച്ചു മാറ്റണം. ഓക്കെ, അത് അയച്ചു മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കൂടെ ഊരിയിട്ടുണ്ട് കേട്ടോ. ഇത് ബോഡിയിലേക്കാണ് ഈ പോകുന്നത്. അത് ഡാഷ്ബോർഡിൽ നിന്നും കൂടെ അയച്ചിടണം. പിന്നുള്ളത് ഇതാ നമ്മളെ ഗിയർ ലിവറിൻ്റെ ഇവിടുത്തെ കൺസോളും കാര്യങ്ങളും അയക്കണം. അതിന് ഇവിടെ ആദ്യം അയക്കണം. ഇത് ആദ്യം അയച്ച് മാറ്റുക, ഇത് അയക്കുക. പിന്നെ ഇവിടെ സ്ക്രൂ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അപ്പുറത്തും കാര്യങ്ങൾ അയക്കണം. അപ്പോൾ ഇപ്പുറത്തെ ഏകദേശം വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഇത് മാത്രമേ അയക്കാനുള്ളൂ. ഇവിടെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഈ സൈഡിൽ 2 12ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, അത് പിന്നെ അയക്കുക. ഇനി നേരെ റൈറ്റ് സൈഡിൽ പോകണം കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങൾ അയക്കാണ്ട്. അത് ഇവിടുത്തെ സ്റ്റാർ അയച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പൊക്കിയെടുക്കണം. നമുക്ക് അത് പൊക്കിയെടുത്തിട്ടുണ്ട്. നേരെ അപ്പുറത്ത് പോവാം, റൈറ്റ് സൈഡിലേക്ക് പോകട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിന് മുന്നേ ഇതാ ഇവിടുത്തെ ഈ പില്ലർ ഉണ്ടല്ലോ, ഈ പില്ലർ അയക്കണം കേട്ടോ. പില്ലറിൻ്റെ പാഡ് അയക്കണം. പില്ലറിൻ്റെ പാഡ് അയച്ചിട്ടുണ്ട്.
നമുക്ക് റൈറ്റ് സൈഡിൽ ഈ പാഡ് അയക്കണം. ഇത് അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റാർ അയക്കാം. ഓക്കെ, അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് അയക്കാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുത്തെ കവർ അയക്കണം. അപ്പോൾ ഈ കവർ അയക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടുത്തെ കവർ അയക്കണം. ഈ കവർ നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഈ കവർ വലിച്ചെടുക്കുക. ഇനി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, അവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിയറിലിൻ്റെ അടുത്ത് ഈ കൺസോൾ നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അയക്കുന്നതിന് മുന്നേ നമ്മളെ പവറിൻ്റെ സ്വിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്വിച്ച് ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ വയറിംഗ് കിറ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അതൊന്ന് മാറ്റി വെക്കണം. പിന്നെ അത് ഇവിടെ നമ്മളെ ചാർജറിൻ്റെ പോർട്ട് ഉണ്ടാവും, അതിൻ്റെ വയറിംഗ് കിറ്റ് അവിടെ നിന്ന് അഴിച്ച് മാറ്റണം. ഇവിടെ ഉണ്ടായിരിക്കും അതിൻ്റെ കണക്ഷൻ. ഇതാണ് അതിൻ്റെ കണക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കഴിക്കൽ ഇതാ ഹീറ്ററിൻ്റെ കണക്ഷനില്ലേ, വീട്ടിലേക്ക് മോള് മാറ്റുന്ന ആ ഒരു കേബിൾ അഴിക്കണം. അതിതാ ഇവിടുന്ന് അഴിക്കണം, പിന്നെ ഇവിടുന്ന് അഴിക്കണം. പിന്നെ ഇതാ നമ്മളെ കാലിലേക്ക് ഫേസിലോട്ട് ഗ്ലാസ്സിലോട്ട് ആക്കണം, അവിടെ ഒരു കണക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് അഴിക്കണം. അത് അഴിച്ചിട്ടുണ്ട്. അതിതാ ഇവിടുന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗങ്ങൾ അഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ അസംബ്ലി ഇവിടെ ഇരിക്കും കേട്ടോ. നമ്മൾ ഡാഷ്ബോർഡ് അഴിച്ചു കഴിഞ്ഞാൽ ഈ അസംബ്ലി അയക്കുള്ളൂ. ഈ വണ്ടി ഇടിച്ചതാണ്. ഇടിച്ചതിന് ശേഷം കണ്ടോ പണിയെടുത്തിട്ട് മര്യാദക്ക് ബോൾട്ടും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ അപ്പുറത്ത് ഇതേപോലെ ബോൾട്ടും കാര്യങ്ങളും ഇട്ടില്ല. കുറേ ബോൾട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. വണ്ടി ആക്സിഡൻ്റ് ആയതാണ്. ആ പണി കഴിഞ്ഞ ശേഷം എന്ത് മര്യാദയ്ക്ക് വർക്കെടുത്തില്ല. നമ്മൾ ഇതിൻ്റെ ഈ ഒരു പെട്ടി ഉണ്ടല്ലോ, നമ്മൾ ഈ കൂളിംഗ് കോയിലിൻ്റെ പെട്ടി, ആ അസംബ്ലി അതിൽ ലീക്ക് കാണിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ എവിടെയും ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അഴിക്കുന്നത്. നമ്മളെ ഫ്ലോറിലേക്ക് വെള്ളം ചാടുന്നുണ്ട്. അതിൻ്റെ പൈപ്പും കാര്യങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നാലും വെള്ളം ഫ്ലോറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് കഴിക്കാനുള്ളത് ഇതാ ഈ വയറിംഗ് കിറ്റും കാര്യങ്ങളും. ഇവിടെ കുറേ വയറിംഗ് കിറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് മാറ്റണം. ഓക്കെ, അപ്പോൾ ഈ വയറിംഗ് കിറ്റും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട്. ഇത്രയും കിറ്റുകൾ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഫ്രെയിമിലേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിക്കുക. അടുത്ത് പിന്നെ കഴിക്കാൽ ഇതായി കവർ നമുക്ക് കഴിക്കണം. കവർ അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു എർത്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഈ എർത്ത് അയക്കണം. ഓക്കെ, അപ്പോൾ ഈ എർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത അയക്കാല നമ്മളെ ബോണറ്റിൻ്റെ കേബിളാണ് കേട്ടോ. ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് ആണ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നേരെ താഴത്തേക്ക് സ്ലൈഡ് ചെയ്യാം. പിന്നെ അയക്കാല ഇതാ ഈ 10-ൻ്റെ ബോൾട്ട് അത് അഴിക്കാം. അപ്പോൾ ഓക്കെ, ഏകദേശം ഇവിടുത്തെ ഏകദേശം അതിൻ്റെ ഇനി അഴിക്കാം. നമുക്ക് സ്റ്റീറിങ്ങിൻ്റെ കോളം ഒന്ന് അഴിച്ച് മാറണം കേട്ടോ. ഈ ബോൾട്ട് ഒന്ന് അഴിക്കുക. ഈ ബോൾട്ട് ലൂസാക്കുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഈ ഭാഗങ്ങൾ സ്റ്റീറിങ്ങിൻ്റെ ഇത് ഫുള്ളായിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരു ബോൾട്ടും കൂടി ഉണ്ട് കേട്ടോ.
കണ്ട ഈ ഒരു ബോൾട്ടും കൂടി അഴിക്കണം. ഇത് എങ്ങനെ ഒരു ബ്രാക്കറ്റ് ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോൾട്ടും കൂടി അഴിക്കണം. അത് മറക്കരുത്. നമ്മളെ ഡാഷ്ബോർഡിന്റെ 2 സൈഡിൽ 12 ബോൾട്ടും കൂടി അഴിച്ചു കഴിഞ്ഞാൽ അത് പോരില്ല. ഈ ഒരു ബോൾട്ടും കൂടി ഇവിടെ ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഒരു ബോൾട്ടും കൂടി ഇവിടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇത് അഴിക്കട്ടെ. ഇത് ആദ്യം അഴിച്ച് മാറ്റാം. അപ്പം നമ്മൾ ഇത് അഴിച്ചിട്ടുണ്ട്. സ്റ്റീറിങ്ങിന്റെ റോഡ് അഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മുകളിലൊരു ബോൾട്ട് ഉണ്ടല്ലേ, അപ്പോൾ അതും അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടുത്തെ ബോൾട്ട് ഒരെണ്ണം അഴിച്ചിട്ടുണ്ട്, ഒരെണ്ണം ലൂസാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അഴിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സെൻറ്ററിൽ ഇവിടെ ബോൾട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും. 10ന്റെ ബോൾട്ടുകളാണ്. അപ്പോൾ അത് അഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കവർ നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ചൂണ്ടിയെടുക്കണം. കണ്ട രണ്ട് ബോൾട്ട് ഉണ്ട് 10ന്റെ. അതേപോലെ 3 ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബോൾട്ടും കാര്യങ്ങളും അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ഡാഷ്ബോർഡ് നേരെ പുറകിലേക്ക് വെക്കാം കേട്ടോ. ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് അഴിച്ച് സീറ്റിൻ്റെ പുറകിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് കൂളിംഗ് ഓയിൽ അസംബ്ലി കാര്യങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൂളിംഗ് ഓയിൽ അസംബ്ലി അഴിക്കണം. അപ്പോൾ അത് മൊത്തത്തിലാണ് അഴിച്ചെടുക്കുന്നത്. ഇപ്പുറത്തെ പീസല്ല, അതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് ഉണ്ടായതുകൊണ്ട് നമുക്കത് മൊത്തത്തിൽ അഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ മുകളിലത്തെ 2 ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡത്തെ ബോൾട്ടുകൾ നമ്മൾ ആദ്യം അഴിച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ 2 ബോൾട്ട് ഉണ്ടായിരിക്കും. നേരെ അടിയിൽ ഒരു ബോൾട്ട് ഇട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ അടിയിലും കൂടി ഒരു ബോൾട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അസംബ്ലി ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ ഒരു ബോൾട്ടും കൂടി ഉണ്ട് കേട്ടോ. അത് അഴിക്കാൻ മറന്നാണ്. അപ്പോൾ അതും കൂടി അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ബാക്കി എല്ലാ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയത്തെ നെട്ട് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അഴിച്ചിട്ടുണ്ട്. നേരെ ഇത് പുറത്തേക്ക് എടുക്കാം. അസംബ്ലി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നേരെ ഇത് രണ്ട് പീസായിട്ട് അഴിച്ചെടുക്കണം. എന്നിട്ട് കൂളിംഗ് ഓയിൽ അഴിച്ചെടുക്കണം. എന്താ അതിൻ്റെ അവസ്ഥ? അപ്പോൾ കൂളിംഗ് ഓയിൽ അഴിച്ചിട്ടുണ്ട്. ഇതുണ്ട് ഉള്ളിലൊരു ബോൾട്ട്, 10ന്റെ ബോൾട്ട്. ഈ ഒരു ബോൾട്ടാണ് നമുക്ക് അഴിക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് അഴിച്ചിട്ട് ഇനി 2 സെപ്പറേറ്റ് ആക്കണം. എന്നിട്ട് ഇതിനകത്ത് എന്താണ് അവസ്ഥ? ഒന്നെങ്കിൽ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ കേസിന് എവിടെയെങ്കിലും ക്രാക്കും കാര്യങ്ങളുണ്ടായിരിക്കും. കൂളിംഗ് ഓയിൽ നല്ലപോലെ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഫ്ലോറിലേക്ക് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ക്രാക്ക് ഉണ്ടായിരിക്കും. നമ്മളെ കൂളിംഗ് ഓയിലിൻ്റെ അവസ്ഥ നോക്കിട്ടോ. ഇത് ഫുള്ള് അടവാണ് കേട്ടോ. ചളി കയറി പിടിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചളി ഇറങ്ങിയിട്ട് ഇതിന് ഡ്രൈനേജ് ബ്ലോക്കാണ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഡ്രൈനേജ് ക്ലീൻ ചെയ്ത് വിട്ടാണ്. പിന്നെ അത് ബ്ലോക്കായി. അതുകൊണ്ടാണ് വെള്ളം ഫ്ലോറിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഈ ഭാഗത്തൊക്കെ നല്ലപോലെ അഴുക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇത് ഫിൽറ്റർ ഇടാതെ വണ്ടി ഓടിയില്ല. അത് AC വർക്കായില്ല. അതുകൊണ്ടാണ് ഇത്രയും അഴുക്കും കാര്യങ്ങളും അതിന് വരുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ മറ്റേ വീഡിയോ വീണ്ടും കാണാം.